വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി വ്ളോഗ് ഇട്ടിട്ട് ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അങ്ങോട്ട് വെറുപ്പിച്ചേക്കാമെന്ന്. ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കപ്പിന് പോകണം. 9:30-ക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 8:45 ഷടപ്പെട്ടേന്ന് ഒരുങ്ങി പോകാനുള്ള തത്രപ്പാടിലാണ്. ഈ സമയത്ത് അമ്മയും ചേട്ടനും കിടന്ന് തന്നെ നല്ല ചീത്ത വിളിക്കുന്നുണ്ട്. സമയമില്ലാത്ത സമയത്ത് അവൾ വീഡിയോയും എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കിടന്ന്. പക്ഷെ ഞാനതൊന്നും മെയിൻ്റ് ആക്കണില്ല. പിന്നെ ഇന്ന് കാപ്പിക്ക് അപ്പം ഗ്രീൻ പീസ് കറിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. എങ്ങനെയൊക്കെയോ കുത്തിക്കയറ്റി ഒരു 9:20 ആയപ്പോഴത്തേക്കും ഇറങ്ങി. ഇവിടുന്ന് ഒരു 20 മിനിറ്റോളം ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്. ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് എത്തും. നമ്മളൊരു 9:45 ആയപ്പോഴത്തേക്കും അങ്ങോട്ട് എത്തി. ലേറ്റായതിൻ്റെ ചെറിയൊരു ദേഷ്യം ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇങ്ങനെ കാണിക്കണില്ല. പിന്നെ എൻ്റെ എന്തോ ഭാഗ്യത്തിന് ഡോക്ടർ ചെന്നപ്പം തിയേറ്ററിലായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തൊരു അരമണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ വന്നത്. എല്ലാ വട്ടം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ കാണും. എന്തെങ്കിലും സ്കാനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്നൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് റെഗുലർ ചെക്കപ്പ് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നുകൊണ്ടായിരിക്കും ഡോക്ടർ പറഞ്ഞ് TTയുടെ സെക്കൻഡ് ഡോസും കൂടെ എടുത്തിട്ട് പോയിക്കോ എന്തായാലും. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു കുത്തും കൂടെ കിട്ടി. അങ്ങനെ മെഡിസിനൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയായി. സാധാരണ തിരക്കുള്ളപ്പോൾ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവർ ഡെലിവറി ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ടാബ്ലറ്റൊക്കെ തീർന്നിരിക്കുകയായതുകൊണ്ട് ഇനി അവർ ഡെലിവറി ചെയ്യാൻ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് നമ്മളെല്ലാം മേടിച്ചിട്ട് തന്നെ പോന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻ്റാണ് വഴിയോരം. കാരണം നമ്മൾ നാട്ടിലത്തെ ഫുഡ് കഴിക്കണ ഒരു ഫീലാണ്. അപ്പം ഞാൻ ചെന്ന പാടെ ഞാൻ പറഞ്ഞു എനിക്ക് ഇലയൂണ് മതി എന്ന് പറഞ്ഞു. ശരിക്കും ഒരു സദ്യ കഴിക്കുന്ന ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം കഴിച്ച്. എണീക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ മദീനയിലേക്കാണ് പോയത്. സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അമ്മ വന്നതിന് ശേഷം എന്നൊക്കെയാണ് വാങ്ങാനുള്ളത്, എന്തൊക്കെയാണ് തീർന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാറില്ല. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. എനിക്കാണെങ്കിൽ നല്ലപോലെ കൈക്കും വേദന എടുക്കുന്നുണ്ട്, ഉറക്കവും വരുന്നുണ്ടായി. ചെന്നപ്പാട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ കയറി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് കുറച്ചായിരുന്നു. എന്നാൽ പിന്നെ അത് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു ചേട്ടനും കൂടാം. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ അതങ്ങോട്ട് ഇരുന്ന് ക്ലീൻ ആക്കി. എനിക്ക് രണ്ടുപേർക്കുള്ളൊരു സ്വഭാവമാണ്. ഒരു തോന്നൽ അങ്ങോട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് കിടന്നങ്ങോട്ട് ചെയ്യും. പക്ഷേ ആ തോന്നൽ വരണത് അപൂർവമായിരിക്കുമെന്നേ ഉള്ളൂ. ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേക്കും ഏകദേശം കിടക്കാൻ സമയമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് ഇച്ചിരി ഹെവി ആയി പോയതുകൊണ്ട് ഞാൻ വൈകിട്ട് ലേശം ചെറുപയറാണ് കഴിച്ചത്. പിന്നെ കുറച്ച് നേരം നമ്മൾ നടക്കാൻ പോയി. പുറത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നും പോയില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ കയറി കിടന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. സീ യു നെക്സ്റ്റ് വ്ളോഗ്. ടാറ്റ ബൈ ബൈ.